വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ 7 ദിവസവും വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഞായറാഴ്ചയിലെ വ്രതത്തെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. സർവ പാപഹരവും ഐശ്വര്യപ്രദവുമാണ് ഞായറാഴ്ച വ്രതം. ഏത് ഗ്രഹങ്ങളുടെയായാലും ശാന്തികർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതിനു മുൻപ് ആദിത്യ പൂജയും ഭജനവും ചെയ്യേണ്ടതാണ്. അതുപോലെ ആദിത്യപ്രീതികരമായ ഞായറാഴ്ച വ്രതം ഏറ്റവും ഉത്തമവും ഫലപ്രദവുമാണ്. ശനിയാഴ്ച വൈകുന്നേരം ഉപവസിക്കുക. ഞായറാഴ്ച സൂര്യോദയത്തിനു മുൻപ് തന്നെ ഉണർന്ന് സ്നാനാദി കർമ്മങ്ങൾ കഴിച്ച ശേഷം ഗായത്രി, ആദിത്യഹൃദയം, സൂര്യസ്തോത്രങ്ങൾ ഇവയിലേതെങ്കിലും ഭക്തിപൂർവം ജപിക്കുക. ഈ ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിക്കാം. സൂര്യക്ഷേത്രത്തിൽ ദർശനം നടത്തി ചുവന്ന പൂക്കൾ കൊണ്ട് അർച്ചന നടത്തുന്നത് ഉത്തമമാണ്. അതിന് കഴിഞ്ഞില്ലെങ്കിൽ ശിവക്ഷേത്ര ദർശനം നടത്തി ധാര, അഭിഷേകം, വില്വദളം കൊണ്ട് അർച്ചന തുടങ്ങിയവ കഴിക്കാം. വൈകിട്ട് അസ്തമയത്തിന് മുൻപ് തന്നെ സ്നാനാദി കർമ്മങ്ങൾ കഴിച്ച് ആദിത്യ ഭജനം നടത്തണം. അസ്തമയത്തിനു ശേഷം സൂര്യപ്രീതി കർമ്മങ്ങളായ സ്തോത്രങ്ങൾ, ആദിത്യഹൃദയം തുടങ്ങിയവ ജപിക്കാൻ പാടില്ല എന്ന് വിധിയുണ്ട്. ജാതകത്തിൽ ആദിത്യ ദശാകാലമുള്ളവർ ഞായറാഴ്ച വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. ദശാകാല ദോഷത്തിൻ്റെ കാഠിന്യമനുസരിച്ച് 12, 18, 41 എന്നിങ്ങനെ തുടർച്ചയായ ഞായറാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കാം. ആദിത്യൻ ഉച്ചത്തിൽ നിൽക്കുന്ന മേടമാസത്തിലും അത്യുച്ചത്തിൽ എത്തുന്ന മേടം 10നും ആദിത്യ പ്രീതികരങ്ങളായ കർമ്മങ്ങൾ, പൊങ്കാല തുടങ്ങിയവ അനുഷ്ഠിക്കുന്നത് അത്യുത്തമമാണ്. സപ്തമി തിഥിയും ഞായറാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം കൂടുതൽ പ്രാധാന്യത്തോടെ വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. കൂടുതൽ ഫലപ്രാപ്തി സിദ്ധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പ്രതിപാദിക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.